വാർത്ത 2 മുതൽ ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളിലെ വിശകലനം. മറിയത്തിന്റെ സ്തോത്രഗീതം. ദൈവ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും ഉന്നത സൃഷ്ടിയാണ് മറിയം. അത് തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ ആദരത്തിൽ നിന്ന് ഉതിർന്നു വീണ സ്തോത്രഗീതമാണ് ഇന്ന് നാം വായിച്ച് ധ്യാനിക്കുന്നത്. ഇതൊരു കവിതയായിരിക്കാം, ഗാനശകലമായിരിക്കാം, കാവ്യസമാഹാരമായിരിക്കാം. എന്നാൽ അത് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളിലും ഏശയ്യായുടെ പുസ്തകത്തിലുമുള്ള അവളുടെ അവഗാഹം കൂടിയാണ്. അവളുടെ ഭക്തരുടെ മേൽ തലമുറ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ എല്ലാ പ്രതിബന്ധനങ്ങളിൽ നിന്നും ദൈവം താങ്ങും ഉയർത്തും. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശത്രുമാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഇങ്ങനെ ഓരോ വരികളിലും ഉൾച്ചേർത്തിരിക്കുന്ന സാമൂഹ്യ വിപ്ലവ ചിന്തകൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം കന്നി നൽകുന്ന ദാനങ്ങളാണ്. ദൈവത്തിന് മുമ്പിൽ എളിമയോടെ വ്യാപരിക്കുന്നവർക്ക് ലഭിക്കുന്ന വെളിപാടാണത്. ദൈവാനുഗ്രഹങ്ങളെ മറന്ന് പാപം ചെയ്ത ഒന്നാമത്തെ ഹവ്വ ചെയ്ത തെറ്റ് തിരുത്തി മനുഷ്യ പ്രകൃതി വീണ്ടെടുത്തു തന്ന രണ്ടാം ഹവ്വയാണ് മറിയം. അങ്ങനെ അവൾ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ അമ്മയായി കുരിശിൻ ചുവട്ടിൽ വെച്ച് ദൈവം ഉയർത്തി. ആധുനിക തൊണ്ടുകല്ലിൽ അമ്മയുടെ മാതൃക അംഗീകരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ദൈവേഷ്ടം നിറവേറ്റുന്നവരെല്ലാം എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരങ്ങളുമാണ്. മത്തായി 12:50, മാർക്കോസ് 3:33.